Nadira, currently a fourth year medical student in Uzbekistan. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനത്തെ MBBSനെ കുറിച്ചിട്ടും അതിനപ്പുറം ഇവിടെ നടക്കുന്ന കുറച്ച് സ്കാമുകളും കാര്യങ്ങളും എല്ലാം ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തരണമെന്നില്ല. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങൾ ഒരുപാട് ഏജൻസികളും ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും പ്രൊമോഷൻസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനത്തെ MBBSനെ കുറിച്ചിട്ട്. കഴിഞ്ഞ 2 വർഷമായിട്ടും ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. അപ്പം 2024 ജാനുവരി 18 എംബസി ഒരു അഡ്വൈസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനത്തെ ഫീസ് സ്ട്രക്ചർ, പിന്നെ ഇവിടെ നടക്കുന്ന സ്കാം, അതുപോലെ തന്നെ NMC ഗൈഡ് ലൈൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു അഡ്വൈസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അതിലെന്തൊക്കെ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ച് നോക്കാം നിങ്ങൾ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഇന്നലെ ഏപ്രിൽ 1 2026 ഉസ്ബെക്കിസ്ഥാന് വീണ്ടും ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഉസ്ബെക്കിസ്ഥാനത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന അഡ്മിഷൻ്റെ പേരിൽ നടക്കുന്ന മാൽ പ്രാക്ടീസും പിന്നെ ഗൈഡ് ലൈൻസ് NMC ഗൈഡ് ലൈൻസ് പാലിക്കാത്തതിനെ കുറിച്ചിട്ടും ആണ് പറയുന്നത്. ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് അതാണ്. ഈ യൂണിവേഴ്സിറ്റി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ബാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ ഒരു താല്പര്യം പ്രകാരം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. കാരണം നിങ്ങൾ 6 വർഷം ഇവിടെ പഠിക്കാനുള്ളതാണ്. ഓരോ ഏജൻസികൾ പറയുന്ന വാഗ്ദാനങ്ങളിൽ പോയി വീണ് പോകരുത്. ഓക്കെ, നല്ല ഏജൻസികളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പറയുന്നത് സത്യമാണോ തെറ്റാണോ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. ഇന്നലെ ഇറക്കിയ നോട്ടീസിൽ പറയുന്നത് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാൻ ചില യൂണിവേഴ്സിറ്റീസ് ആയ താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബുഹാര സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ എടുത്ത് പറയുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഗവൺമെൻറ് ഒരു ഇത്ര എമൗണ്ട് ഓഫ് സീറ്റ്സ് അലൗ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത കപ്പാസിറ്റിനേക്കാൾ ഡബിൾ അഡ്മിഷൻ എടുത്തിട്ട് ഈ സ്റ്റുഡൻസിന് നല്ല രീതിയിലേക്ക് ക്ലാസ് കിട്ടുന്നില്ല, ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നില്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല, ഫുഡിൻ്റെ പ്രശ്നം. ഇതൊക്കെയാണ് സ്റ്റുഡൻസിന് വരുന്ന കംപ്ലയിൻസും ഈ NMC റിലീസ് ചെയ്ത നോട്ടീസിലും പറയുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പം പ്രോപ്പറായിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പം നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കുറേ ഓതറൈസ്ഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അൺഓതറൈസ്ഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. ഇതിലേതൊക്കെയാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഇവിടെ വീണ്ടും എംബസി റിലീസ് ചെയ്ത നോട്ടീസ് ഞാൻ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെയാണ് ഓതറൈസ്ഡ് ഏതൊക്കെയാണ് അൺഓതറൈസ്ഡ് എന്നുള്ളത്. പിന്നെ നമുക്ക് NMC ഗൈഡ് ലൈൻസിൽ വരാം. ഈ NMC ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗൈഡ് ലൈൻസ് പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ പോയിട്ട് FMG എക്സാം എഴുതി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പാലിക്കാത്ത യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ നമുക്ക് ഇന്ത്യയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ FMG എഴുതാൻ എലിജിബിൾ ആയിരിക്കില്ല. അപ്പം ഈ ഗൈഡ് ലൈൻസിൽ ഫസ്റ്റ് പറയുന്നത്, നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെ ഏത് കൺട്രി ആയിക്കോട്ടെ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ത്യൻ്റെ പുറത്ത് ഏതൊരു കൺട്രിയിൽ നിങ്ങൾ MBBS പഠിക്കാൻ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ NEET UG ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. NEET UG ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പോകരുത്. പഠിക്കാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ഏജൻസികൾ നിങ്ങളോട് പറയും, നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ, നിങ്ങൾ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എഴുതാമെന്ന് പറയും. അതൊക്കെ ഫോൾസ് പ്രോമിസസ് ആണ്, അതൊന്നും നടക്കില്ല. കാരണം ഇങ്ങനത്തെ പ്രോമിസ് കൊടുത്ത് ഇവിടെ എൻ്റെ റൂമിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവളോടും പറഞ്ഞത് ഇതുപോലെ തന്നെ. അവളോട് നീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, നീറ്റൊന്നും ആവശ്യമില്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. പക്ഷേ അവൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. MBBS കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അവരിനി പോകണമെങ്കിൽ ഒന്നെങ്കിൽ UK, US, ഓസ്ട്രേലിയ ഇങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ US പോകണമെങ്കിൽ നിങ്ങൾ USML എക്സാം എഴുതണം. ഈ USML എക്സാം എഴുതാൻ തന്നെ നിങ്ങൾക്ക് 10 ലക്ഷത്തോളം ചിലവ് വരും. അപ്പം നിങ്ങൾ ഈ ട്യൂഷൻ ഫീസിന് പുറമെ 10 ലക്ഷം കൂടി കാണണം. ഓക്കെ, പിന്നെ നിങ്ങൾ പറയുക അത് കാണാമെന്ന് പറയുമെങ്കിൽ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാനത്തെ ട്യൂഷൻ ഫീസും മന്ത്ലി എക്സ്പെൻസും അതിന് പുറമെ USത്തെ 10-12 ലക്ഷം എല്ലാം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ അബ്രോഡിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇന്ത്യൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മതിയല്ലോ. അപ്പം നിങ്ങൾ ഈ നീറ്റ് എന്ന് പറഞ്ഞ ചില സ്റ്റുഡൻസ് ഉണ്ട്, നീറ്റ് ഞാൻ ഇനി ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യണ്ടേ, എൻ്റെ അത്ര സമയം പോവല്ലേ, ഞാൻ വേണമെങ്കിൽ MBBS പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ UK US പോയിക്കോളാന്ന്.
അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വാർ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. ഇതിനി സ്പ്രെഡ് ചെയ്യുള്ളൂ, ഒരിക്കലും കുറയാൻ പോണില്ല. വർഷം മുമ്പോട്ട് തോറുന്നോറും വാർ കൂടി 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 വരികയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ അപ്പം ഓരോ കൺട്രീൻ്റെ റൂൾസ് മാറും. ഇപ്പോൾ NMC തന്നെ ഓരോ ദിവസം ഓരോ റൂൾസ് കൊണ്ടുവരും, അതുപോലെ തന്നെ ഓരോ കൺട്രിയും ഓരോ റൂൾസ് കൊണ്ടുവരും. പിന്നെ ഇന്ത്യൻസ് ആയിട്ട് പല സ്ഥലത്തും പേര് കേൾപ്പിച്ചതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ US ഇന്ത്യൻ സ്റ്റുഡൻസിനെ എടുക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ NEET UG ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴ്സ് ഡ്യൂറേഷൻ 54 months പ്ലസ് 12 months ഇൻറ്റേൺഷിപ്പ് വേണം, അതായത് ടോട്ടൽ 66 months. അപ്പം ഇത് ചില യൂണിവേഴ്സിറ്റിയിൽ പാലിക്കാൻ പറ്റുന്നില്ല സ്റ്റുഡൻസിന്. അതിൻ്റെ മെയിൻ ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ താഷ്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അവർ ചില സ്റ്റുഡൻസിന് വിസ കൊടുക്കുന്നത് 3 മാസത്തേക്കും 6 മാസത്തേക്കുമാണ്. ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്ക് തരുന്നത് 12 മാസത്തേക്കാണ്. ഓക്കെ, ഒരു ഹോൾ ഇയർ എനിക്ക് കിട്ടും. ഇപ്പോൾ ഈ കൊല്ലത്ത് സെപ്റ്റംബറിലാണ് എൻ്റെ വിസ തീരണമെങ്കിൽ, എനിക്ക് കിട്ടുന്നതെങ്കിൽ അടുത്ത സെപ്റ്റംബർ വരെ എനിക്ക് വിസ ഉണ്ട്. പക്ഷേ താഷ്കന്ത് യൂണിവേഴ്സിറ്റിയിൽ ചില സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും അല്ല, 3 മാസത്തേക്കും 6 മാസത്തേക്കാണ് വിസ കൊടുക്കുന്നത്. അപ്പം ഈ പ്രശ്നം കൊണ്ട് ചില സ്റ്റുഡൻസിന് ഈ പ്രശ്നമുള്ള സ്റ്റുഡൻസിന് മെയ് ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, മെയ്യിൽ ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാട്ടിലേക്ക് പോയിട്ട് പിന്നെ ഇവർ വിസ ഒക്കെ അടച്ച് തിരിച്ച് വരുന്നത് അടുത്ത അക്കാഡമിക് ഇയർ ആയിട്ടുള്ള സെപ്റ്റംബറിലാണ്. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NMC പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴ്സ് ഡ്യൂറേഷൻ 54 months വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ വർഷവും മെയിൽ പോകുമ്പം നിങ്ങളൊരു കൊല്ലം ഉസ്ബെക്കിസ്ഥാനിൽ എത്ര നിങ്ങൾക്ക് മന്ത്സ് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അപ്പം നിങ്ങൾക്ക് ഈ 54 months നിങ്ങൾ കൂടുതലാകും. അതായത് നിങ്ങൾക്ക് ഇപ്പം മെയിൽ എല്ലാ വർഷവും നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും വെക്കേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനത്തെ അക്കാഡമിക് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ടു ജൂൺ ആണ്. ജൂലൈ ഓഗസ്റ്റ് 2 മാസമാണ് നിങ്ങൾക്ക് വെക്കേഷൻ. 2 മാസമാണ് നിങ്ങൾക്ക് വെക്കേഷൻ വരുന്നത്. അപ്പം ഈ 2 മാസത്തിൽ കൂടുതൽ നിങ്ങൾ വെക്കേഷൻ എടുക്കുമ്പോൾ, അത് മെയ് ജൂൺ വെക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി 2 മാസം കുറഞ്ഞ്. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ 54 months കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കണം. ഓക്കെ, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് മെയിൽ തന്നെ പോകണം. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ജൂൺ ലാസ്റ്റ് 31 ക്ലാസ്സും എക്സാം എല്ലാം കഴിയുന്നത്. ചില യൂണിവേഴ്സിറ്റിയിൽ മെയ് 1 കഴിയുന്നുണ്ട്. അതെന്താ എൻ്റെ മെയിൻ റീസൺ എനിക്ക് അറിയില്ല. ബട്ട് അങ്ങനെ കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ നിൽക്കണം ജൂണിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ തീരുമില്ല. നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാലും നിങ്ങളുടെ 54 months തീരുമില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർന്നിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ, നിങ്ങൾക്ക് FM ചെയ്ത് നിങ്ങൾ എലിജിബിൾ അല്ല. പിന്നെ ഈ ഒരു സംഭവം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വർഷം എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതിൻ്റെയും സ്റ്റാമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഡേറ്റും ഇവിടെ എഴുതും. എന്നിട്ട് നിങ്ങൾ എത്ര മന്ത്സ് ഉസ്ബെക്കിസ്ഥാനിൽ ഉണ്ടായിരുന്നതെന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് കിട്ടാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, FMG എഴുതാൻ കഴിയില്ല. 54 months കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 12 മാസം ഇൻറ്റേൺഷിപ്പ് വേണം. ഈ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ആ യൂണിവേഴ്സിറ്റിത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് എടുക്കണം. നിങ്ങൾക്ക് വേറെ കൺട്രിയിലോ വേറെ യൂണിവേഴ്സിറ്റിയിലോ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ. അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. ചില ഏജൻസികൾ ചിലപ്പോൾ ഫേക്ക് പ്രോമിസസ് തരും. ചിലപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ അറിയുന്നുണ്ടാവില്ല അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ. കാരണം ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആസ്മി ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 54 months കോഴ്സിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടാണ്. അതിൽ തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ മെയിൽ നാട്ടിലേക്ക് പോകണം. പിന്നെ ചില സ്റ്റുഡൻസ് ചോദിക്കുന്നത് ഞാൻ 5 കൊല്ലം ഇവിടെ പഠിച്ചാൽ പോരെ, ഇൻറ്റേൺഷിപ്പ് എനിക്ക് എന്നിട്ട് വേറെ കൺട്രി ചെയ്താൽ പോരെ. ഇതൊന്നും വാലിഡ് അല്ല. ഇത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. നിങ്ങളിവിടെ 5 കൊല്ലത്തെ കോഴ്സിൽ 54 months ആണ് നിങ്ങളുടെ കോഴ്സ്. 5 കൊല്ലം നിങ്ങൾ മനസ്സിൽ വെക്കരുത്. 5 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കാഡമിക് മന്ത്സ് നോക്കുമ്പോൾ 50 മാസമേ ആവണുള്ളൂ. 54 മാസം കോഴ്സും പ്ലസ് 12 മാസത്തെ ഇൻറ്റേൺഷിപ്പും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കണം. ഡിഫറെൻറ്റ് കൺട്രിയോ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയോ പറ്റില്ല. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇതൊന്നും അറിയാതെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ 5ാമത്തെ കൊല്ലം അറിയാം ഇവിടെ ഇൻറ്റേൺഷിപ്പ് ഇല്ല പറഞ്ഞാൽ 5 കൊല്ലം എന്തായി, വേസ്റ്റായി. നിങ്ങളുടെ പൈസ എന്തായി, വേസ്റ്റായി. നിങ്ങളുടെ വർഷം എന്തായി, വേസ്റ്റായി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഓഫ് ക്ലാസ് ഇംഗ്ലീഷിലായിരിക്കണം. നിങ്ങൾ മൾട്ടി ലാംഗ്വേജുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആവില്ല. വെറുതെ അവിടെ സമയം കളഞ്ഞിരിക്കുക എന്നല്ലാതെ ഒന്നും. നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം മീഡിയം ഓഫ് ക്ലാസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലായിരിക്കണം എന്നാണ് അടുത്ത ഗൈഡ് ലൈൻ. പിന്നെ അടുത്ത ഗൈഡ് ലൈനിൽ പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കൺട്രിയിൽ
നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ആ കൺട്രിയിൽ പഠിക്കാനുള്ള ലൈസൻസും കൂടി കിട്ടണം. അതായത് ലോക്കൽസിന് ഏത് ലൈസൻസാണ് അവിടെ വർക്ക് ചെയ്യാൻ കിട്ടണം, അതുപോലത്തെ ലൈസൻസ് നമുക്കും കിട്ടണം. ഓക്കെ. അപ്പോൾ ചില കൺട്രീസിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ ലൈസൻസ് കിട്ടില്ല. അപ്പോൾ ലൈസൻസ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. ഉസ്ബെക്കിസ്ഥാനിൽ അങ്ങനത്തെ ലൈസൻസ് കിട്ടും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, ഇപ്പം നിലവിലില്ല. അപ്പോൾ ഈ ലൈസൻസ് കിട്ടാൻ നമുക്കൊരു എക്സാം ഉണ്ട്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏപ്രിൽ 1-ാം തീയതി NMC ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ താഷ്കന്തിൻ്റെ കാര്യം പറഞ്ഞ വിസൻ്റെ ഇഷ്യൂകൾ കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയിപ്പോൾ സമർക്കന്ദിലും ബുഹാരയിലത്തെയും പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സമർക്കന്ത് ആയിക്കോട്ടെ ബുഹാര ആയിക്കോട്ടെ, ഗവൺമെൻറ് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് സീറ്റ്സ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡബിൾ ഓഫ് സ്റ്റുഡൻസിനെ അഡ്മിഷൻ എടുത്തിട്ട് ഈ കുട്ടികൾക്ക് നിൽക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, പിന്നെ ക്ലാസ് മര്യാദക്കില്ലാത്തതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. ഇത്രയും എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കൂടുതൽ എടുത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. അവർക്ക് എത്രയാണോ കൊടുത്തത് അത്ര അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. നല്ല യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി മോശം ഞാൻ പറയല്ല, പക്ഷേ ഏജൻസികൾ ചെയ്യുന്ന പ്രശ്നങ്ങളാണിത്. ഓക്കെ, അലൗ ചെയ്ത സീറ്റിനേക്കാൾ കൂടുതൽ അഡ്മിഷൻ ഏജൻസി എടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ വരാൻ കാരണം വെച്ചാൽ ഇവിടെ ഓതറൈസ്ഡ് അൺഓതറൈസ്ഡ് ഏജൻസികൾ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും അഡ്മിഷന് അനാവശ്യമായിട്ട് കയറി വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി വഴി അഡ്മിഷൻ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ബുഹാരയിലും ഏകദേശം സെയിം സിറ്റുവേഷൻ തന്നെയാണ്. കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തിട്ട് അവർക്ക് ഇവിടെ വന്നതിന് ശേഷം, എല്ലാവരും അല്ല, ചില സ്റ്റുഡൻസിന് ഇവിടെ വന്നിട്ട് 1 മാസം 2 മാസം ക്ലാസ് തുടങ്ങാതെ വെറുതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഈ കുറേ കുട്ടികളെ അഡ്മിഷൻ കയറുമ്പം അവരെ ഗ്രൂപ്പ് ആക്കണം. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 16 സ്റ്റുഡൻസ് 17 സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ക്ലാസ് തുടങ്ങണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വരാനുള്ള സമയം കൊണ്ടായിരിക്കാം അവർക്ക് 1 മാസം 2 മാസം ക്ലാസ് കിട്ടാത്തത്. ബട്ട് സ്റ്റിൽ അതൊരു നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, വെറുതെ ഇവിടെ 2 മാസം ക്ലാസ് ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സമർക്കന്ദിലും ബുഹാരയിലും മാത്രമാണ് വരുന്നത്. താഷ്കന്ദിൽ അങ്ങനെ ഒരു ഇതില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഈ സെയിം സിറ്റുവേഷൻ റഷ്യയിലൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ നടന്നിട്ടുണ്ട്. ഈവൻ റഷ്യയിൽ നിന്ന് സ്റ്റുഡൻസ് ഇപ്പം അവരെ ഇതേപോലെ കുറേ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്തിട്ട് എല്ലാവരും ഒന്നിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാർക്ക് കുറയുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വരുന്ന കുട്ടികളെ സെംബാക്ക് ആക്കും. അപ്പോൾ സെംബാക്ക് ആക്കുമ്പോൾ ഇവരുടെ വർഷം നഷ്ടപ്പെടാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാനിലേക്ക്, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ട്രാൻസ്ഫർ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റില്ല. അതും NMC പറയുന്നതാണ്. മുന്നേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ പുതിയ NMC ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇനി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നോക്കാം. മിണ്ടാതെ ഒരിക്കലും ഇരിക്കരുത്. കാരണം പൈസ കൊടുക്കുന്നത് നിങ്ങളാണ്, പഠിക്കുന്നത് നിങ്ങളാണ്, വർഷം സമയം ഒക്കെ പോകുന്നത് നിങ്ങളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. ചില ഏജൻസികളിൽ നിങ്ങളോട് പറയുന്നുണ്ടാകാം 1.5 ലക്ഷത്തിൽ നിങ്ങൾക്ക് സെമസ്റ്റർ ഫീസ് അല്ലെങ്കിൽ മുഴുവൻ ഉസ്ബെക്കിസ്ഥാനത്തെ കോഴ്സ് എല്ലാം കൂടെ തീരുമ്പോൾ 25 ലക്ഷത്തിൽ പഠിച്ചിറങ്ങാമെന്നൊക്കെ പറയും. പക്ഷെ അത് സത്യമല്ല. ഇതിന് പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെയും ചിലവ് വരുന്നുണ്ട്. ഇത് എല്ലാ ഏജൻസികളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നില്ല. ചിലവർ പറഞ്ഞു തരും, പറഞ്ഞു തരാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്യൂഷൻ ഫീസിൻ്റെ പുറമെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, രജിസ്ട്രേഷൻ, മെഡിക്കൽ ചെക്കപ്പ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, മന്ത്ലി എക്സ്പെൻസ്, സർവീസ് ചാർജ്, നിങ്ങൾ ഏത് ഏജൻസിയാണ് വരുന്നത് ആ ഏജൻസിക്ക് കൊടുക്കേണ്ട സർവീസ് ചാർജ്, 1 ടൈം പേയ്മെൻറ്റ്, പിന്നെ അങ്ങനെ കുറച്ച് ചിലവുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ അതിന് പുറമെ നിങ്ങൾ ട്യൂഷൻ ഫീസ് എല്ലാം ഡോളറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറും. അപ്പോൾ നിങ്ങളിവിടെ ഇനി 6 വർഷം പഠിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 100ൻ്റെ അടുത്തേക്കൊക്കെ പോയേക്കാം, ഒരു 60 ഒക്കെ എത്തുമ്പോഴത്തേക്കും, അതിന് മുമ്പേ എത്തിയേക്കും ചിലപ്പം. അപ്പം നിങ്ങളിവിടെ 6 വർഷം പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും 25 ലക്ഷത്തിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങൾ എവിടെ ആണെങ്കിലും എഴുതിക്കും, 25 ലക്ഷത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചിറങ്ങാൻ പറ്റില്ല. അപ്പം എത്ര ചിലവ് വരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിപ്പോൾ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഓരോ വർഷവും ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസിലും വാരിയേഷൻ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് വാരി ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് നോക്കാം. അപ്പോൾ സിറ്റി അനുസരിച്ച് ഇവിടെ മന്ത്ലി എക്സ്പെൻസ് മാറും. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനത്തെ ക്യാപിറ്റൽ സിറ്റിയാണ് താഷ്കന്ത്. ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് താഷ്കന്തിലാണ്. പിന്നെ ഏറ്റവും കുറവായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ബുഹാറാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും. അപ്പം സിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് മാറും.
അപ്പം എനിക്ക് എക്സാക്ട് ഒരു എമൗണ്ട് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, 25 ലക്ഷത്തിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കംപ്ലീറ്റ് MBBS പഠിച്ചിറങ്ങാൻ കഴിയില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു GCC കൺട്രീസിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കണ്ടിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നന്നാവുക. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വിസ കിട്ടാനൊക്കെ എളുപ്പമാണ്. ഒരു ലൈക്ക് 4 days to 1 week നിങ്ങൾക്ക് വിസ ഒക്കെ കിട്ടും. ഇനി നിങ്ങൾ GCC കൺട്രീസിലുള്ള ആൾക്കാരാണ്, UAE ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ അറൈവൽ വിസ ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസും ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം കണ്ടിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഫീസ് സ്ട്രക്ചറിലും ഹോസ്റ്റൽ ഫീസിലും എല്ലാത്തിലും വേരിയേഷൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ ഈ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ Instagram ID ഇവിടെ കൊടുക്കുക. ഇതിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പ് നമ്പർ തരാം, അതിൽ മെസ്സേജ് അയച്ചാലും മതി. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ Instagramൽ വന്ന് ചോദിക്കുക. അപ്പം ഞാനെല്ലാം കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.